ഇന്ന് ധനുമാസത്തിലെ തിരുവാതിര. ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ ജന്മനക്ഷത്രമായ ഈ ദിനത്തിൽ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹത്തിനായി ഭക്തർ വ്രതം അനുഷ്ഠിക്കുന്നു. സുമംഗലികൾ ദീർഘമാംഗല്യത്തിനും കന്യകമാർ ഉത്തമ പങ്കാളിയെ ലഭിക്കാനുള്ള പ്രാർത്ഥനയോടുമാണ് തിരുവാതിര വ്രതം നോൽക്കുന്നത്. സ്ത്രീകളുടെ ഉത്സവമായ ധനുമാസത്തിലെ തിരുവാതിരയാണിന്ന്. വിവാഹിതർ ദീർഘമാംഗല്യത്തിനും കന്യകകളായ പെൺകുട്ടികൾ ഇഷ്ടമാംഗല്യ സിദ്ധിക്ക് വേണ്ടിയും വ്രതമനുഷ്ഠിക്കുന്നു. ധനുമാസത്തിലെ തിരുവാതിര പരമശിവന്റെ പിറന്നാളായതുകൊണ്ടാണ് ധനുമാസത്തിലെ തിരുവാതിര ആഘോഷമാക്കുന്നതെന്നാണ് ഐതിഹ്യം. വിവാഹിതരായ സ്ത്രീകൾ ഭർത്താവിന്റെ യശസ്സിനും നെടുമാംഗല്യത്തിനു വേണ്ടിയും കന്യകമാർ ഇഷ്ടമാംഗല്യത്തിനു വേണ്ടിയുമാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത്. പുതിയ കാലത്തിന്റെ ആഘോഷമല്ല, പഴയ കാലത്തിന്റെ ഓർമ്മച്ചെപ്പാണ് ധനുമാസത്തിലെ തിരുവാതിര. തിരുവാതിരയുടെ തലേന്ന് മകയിരം നാളിലെ പ്രധാന ചടങ്ങാണ് എട്ടങ്ങാടി. പുലർച്ചെയുള്ള തുടിച്ചുകുളിക്കും ശിവക്ഷേത്ര ദർശനത്തിനും ശേഷമാണ് വ്രതം ആരംഭിക്കുന്നത്. ഈ ദിവസം അരിയാഹാരം നിഷിദ്ധമാണ്. കരിക്കിൻ വെള്ളം, കൂവക്കുറുക്ക്, എട്ടങ്ങാടിപ്പുഴുക്ക് എന്നിവയാണ് ആഹാരം. പുലർച്ചെ വരെ നീളുന്ന തിരുവാതിര കളിക്ക് അവസാനം പാതിര പൂജൂടലാണ് പ്രധാനം. തിരുവാതിര നക്ഷത്രം ഉദിച്ച് അസ്തമിക്കും വരെയാണ് വ്രതാനുഷ്ഠാനം. തലമുറകളുടെ മാറ്റം ചടങ്ങുകളിൽ ചില മാറ്റം വരുത്തിയെങ്കിലും ഭക്തിക്കും വിശ്വാസങ്ങൾക്കും ഒരു കോട്ടവും തട്ടിയിട്ടില്ലെന്ന് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ജനം.